എൻ്റെ സഹോദരനോ എൻ്റെ മക്കളോ കാണുന്നുള്ള അല്ലാതെ എൻ്റെ വിഷയം ഞാൻ കാണണ്ടേ? അതാണ് എൻ്റെ വിഷയം. എനിക്ക് എന്ന് പറയുന്ന ചില താല്പര്യങ്ങളും എൻ്റെ താല്പര്യമില്ലായ്മകളും ഉണ്ടല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. അത് അടിസ്ഥാനപരമായ കാര്യമാണ്. അത് പിന്നെ ഞാനിപ്പോൾ ഒരാൾക്ക് നിങ്ങളും അച്ഛനും മക്കളും എല്ലാം ഒന്നിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണെന്നും പരസ്യപ്പെടുത്താനും പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആര് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം ഈയിടെ നമ്മുടെ കഥാകൃത്തും എഴുത്തുകാരൻ എം മുകുന്ദൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് പുതിയ തലമുറയിൽ ഇപ്പം ന്യൂജൻ എന്ന് പറയുന്ന ആളുകൾ പിന്നെ സെക്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ തുറന്ന സമീപനവും സംസാരവും അശ്ലീലത്തിൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതിയിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അവർ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഇവരെന്താണ് ഒരക്ഷരവും മിണ്ടാത്തത്? മനുഷ്യൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ രാഷ്ട്രീയം മുഴുവൻ അഴിമതിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറയാം. ഇത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലൊന്നും പോകാത്തതെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ശക്തികളെ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് രാഷ്ട്രീയം കറക്റ്റ് ചെയ്യലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമില്ലാന്ന് മാറിയിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് മൂന്നാണ്ടും പറഞ്ഞത്. എല്ലാ കാര്യത്തിലും അവൻ്റെ അടിസ്ഥാനപരമായിട്ട് അവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ നാട്ടിലുള്ള ഭരണവും ഈ നാട്ടിൻ്റെ പിന്നെ കാരണം നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഈ സൊസൈറ്റിയോട് നമുക്കുള്ള കടമകൾ, നമുക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ ഉള്ളത് അതും നമ്മളറിയണം, കടമകളും അറിയണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മുഖം തിരിക്കുകയും അപ്രധാനമായ കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുകയും ചെയ്യുകയാണ്. അല്ല, ഞാൻ മെസ്സേജിൽ ചെയ്യാൻ വിശ്വാസമില്ല എനിക്ക്. ശരിക്കും മെസ്സേജ് നമ്മളൊരു എന്തെങ്കിലും ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സിനിമയെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. നമ്മളിപ്പോഴും അത് അനാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെക്കാളും ബോധവും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ് ചുറ്റുപാടുള്ളത്. അത് നമ്മളാദ്യം മനസ്സിലാക്കണം. നമ്മളവർക്കൊരു മെസ്സേജ് കൊടുത്തിട്ട് അവരെ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അതുകൊണ്ട് നമ്മളതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളൊരു കഥ പറയുന്നു. ആ കഥ പറയുമ്പോൾ ആളുകൾക്ക് ഓരോ ആൾക്കാർക്കും അവരവരുടെ പിന്നെ എന്താ പറയുക ഒരു നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ ഒരു തലം എന്ന് പറയില്ലേ, അതനുസരിച്ചിട്ട് അവർക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ പലതും ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു സിനിമ എൻജോയബിൾ ആവുക എന്നുള്ളതാണ്. അത് നമ്മൾ എയിം ചെയ്യുന്നത് എല്ലാത്തരം ആളുകളെയുമാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒ വി വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം ഒരു പുസ്തകശാലയിൽ പോയി എടുക്കുമ്പോൾ ഒ വി വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അത് എടുക്കുകയുള്ളൂ. ഒ വി വിജയനെ അല്ലാത്തവർക്ക് അറിയുക പോലുമില്ല. അറിയേണ്ട ആവശ്യം ഉണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ? അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്. അങ്ങനെ ഓരോ എഴുത്തുകാരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം ഇവിടെ നമ്മളുടെ സിനിമയുടെ കാര്യം അങ്ങനെയല്ല. വിദ്യാഭ്യാസമുള്ളവരും പല തലത്തിൽപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസം തീരെയില്ലാത്തവനും ഒക്കെ ആണ് സിനിമയുടെ പ്രേക്ഷകരെന്ന് പറയുന്നത്. IAS ഉദ്യോഗസ്ഥന്മാരായാലും എഞ്ചിനീയർമാരായാലും പിന്നെ മത്സ്യത്തൊഴിലാളിയായാലും ആരായാലും എല്ലാവർക്കുമുള്ള അവരെയൊക്കെ ഒരു സിനിമ ഇവരെയൊക്കെ എയിം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള വലിയ ഒരു ക്രോസ് സെക്ഷനാണ് സൊസൈറ്റിയുടെ ഈ സിനിമയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത്. അങ്ങനെ എയിം ചെയ്യുമ്പം ഇതിനകത്തൊരു മനഃശാസ്ത്രം എന്ന് പറയുന്ന സംഗതി, ഇത്രയും ആളുകളെ, പല റേഞ്ചിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാനായിട്ടുള്ള ഒരു മനഃശാസ്ത്രം എന്ത്? അതാണ് ഒരു എഴുത്തുകാരൻ, ഒരു തിരക്കഥാകൃത്ത് എപ്പോഴും അന്വേഷിക്കുന്നത്. അത് മെസ്സേജ് പറയാൻ അല്ല അന്വേഷിക്കുന്നത്. ഇവരെ 2 മണിക്കൂർ നേരം അവർക്കെല്ലാം താല്പര്യം തോന്നുന്ന രീതിയിൽ ഒരു സ്ക്രീൻ പ്ലേയിൽ എന്തൊക്കെ ചെയ്യണം
അത് ശരിക്കും മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ആ മനഃശാസ്ത്രം കറക്റ്റായി ഉപയോഗിക്കുമ്പോഴാണ് കാസർഗോഡിൽ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നവനും തിരുവനന്തപുരത്തെ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നവനും ഒരേ സമയത്ത് തന്നെ കണ്ണീരൊഴുക്കുകയും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതാണ് മനഃശാസ്ത്രം. ഇല്ലേ, നമ്മളിപ്പം അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ്. അവകാശവാദത്തിനും ഒരു പ്രസക്തിയില്ല. നമുക്ക് ആഗ്രഹിക്കാം വേണമെങ്കിൽ. ഇതെല്ലാം അവസാനം തിയേറ്ററിലെത്തുമ്പോൾ ഈ അവകാശവാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോയേക്കും. നമ്മളിതുപോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ അതിനും സാധ്യതയുണ്ട്. മുൻകൂട്ടി പറയാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് ദിവസം എഴുന്നേറ്റ് ഓരോ തിരക്കഥ എഴുതിക്കൂടെ? അങ്ങനൊരു സൂത്രം ഇല്ലല്ലോ. ഒരു സൂത്രം ഉണ്ടെങ്കിൽ അത് ആ കഥാബീജം ആണ് തീരുമാനിക്കുന്നത്. ആ പർട്ടിക്കുലർ കഥയ്ക്ക് വേണ്ടുന്ന സൂത്രങ്ങൾ നമ്മൾ പുതുതായി കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ സിനിമയുടെ നിരൂപണത്തെക്കുറിച്ച് പറയാം. ചാനലിൽ നിരൂപണം വരാറുണ്ട്, പിന്നെ അല്ലാതെ മാഗസീനിലും നിരൂപണം വരും. ആ സിനിമ അവിടെ എഡിറ്റിംഗ് കുറച്ച് മോശമായിരുന്നോ അല്ലെങ്കിൽ അഭിനയം കുറച്ച് നന്നായിരുന്നോ, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ നിരൂപകൻ്റെ വിചാരം എന്തായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. അവൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ടർക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടെത്തി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരെ ഞാൻ ഈ സിനിമയുടെ തകരാറുകളും ഈ സിനിമയുടെ പിന്നെ അനുകൂല ഘടകങ്ങളും അല്ലെങ്കിൽ വിജയ ഘടകങ്ങളും എല്ലാം ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്ന് ഈ നിരൂപകന് വേണമെങ്കിൽ വിചാരിക്കാം, ആത്മവിശ്വാസത്തോടെ അങ്ങനെ പ്രതികരിക്കാം. പക്ഷേ ഈ സംഭവം, ഈ നിരൂപണം കൊണ്ട് ഈ എഴുത്തുകാരനോ ഈ ഡയറക്ടർക്കോ ഒരു പ്രയോജനമില്ല. കാരണം ഈ സിനിമയുടെ നിരൂപണം ആ സിനിമയോടെ അവസാനിച്ചു, ആ സിനിമയുടെ ആസ്വാദനവും അതോടെ അവസാനിച്ചു. ഇതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അടുത്ത സിനിമയിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അടുത്തത് വേറൊരു കഥയാണ്, പുതിയൊരു കഥയാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട മാർഗങ്ങളും സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ തന്ത്രങ്ങൾ മുഴുവൻ പുതിയതായിരിക്കണം. അതുകൊണ്ടാണ് ഈ നിരൂപകൻ വിചാരിക്കും ഞാൻ കുറേ കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ഒരു കാര്യവും ഇവർക്ക് പഠിച്ചിട്ട് അടുത്ത സിനിമയിൽ ചെയ്യാനില്ല എന്നുള്ള സത്യം നിരൂപകൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്.